പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഴയൊക്കെ ഉണ്ട്, ഇവിടെ നല്ല മഴ കേട്ടാ. ഇന്നലെ മഴ ആയതുകൊണ്ട് പോയില്ല, ഇന്ന് പിന്നെ അപ്പോഴും മഴ ഉണ്ടായിരുന്നു. ഇപ്പം വീട്ടിൽ വന്നപ്പോഴാണ് ചെറിയ മഴ. ഇനി എന്ത് രണ്ടുപേരും ഇതാ അവിടെ ഇരുന്ന് കാണാമോ, എൻ്റെ ബാഗിൽ നിന്ന് നടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇനി കാപ്പി കുടിക്കണം, കാപ്പി കുടിക്കട്ടെ. ഇന്ന് ദോശ കേട്ടാ, വലിയ പാത്രം, പക്ഷെ ഞാൻ 2 ദോശ എടുത്തിട്ടുള്ളൂ കേട്ടാ. കറി അത് വിത്തിയപ്പോൾ പിന്നെ ഈ പാത്രം അവിടെ ഇരുന്ന് പിന്നെ ഇതിൽ കഴിക്കാമെന്ന് വിചാരിച്ച് ഇതിലെടുത്തിട്ട് വന്നു. 2 ദോശയെങ്കിലും വലിയ പാത്രം. അങ്ങനെ കോവിലിൽ പോയിട്ട് വന്ന് ദോശ കഴിക്കണേ. ദോശയും സാമ്പാറും തേയിലയും. ഇന്നലെ മഴ ആയതുകൊണ്ട് പോയില്ല കേട്ടോ. ഇന്നലെ എൻ്റെ കൂടെ അവിടെ കോവിൽ മറന്നു വെച്ചിട്ടൊന്നും ആരെ എടുത്തോണ്ട് പോയി. ഞാൻ 3-4 ദിവസം കൊണ്ടേ പോയി തിരക്കും, കിട്ടൂല കേട്ടോ. അവിടെ ഇരിക്കുന്നവരും വേറെ ആരും എടുത്തോണ്ട് പോയി കാണാറ്റൊന്നും. ഇന്ന് വിചാരിച്ച് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് പോയി. അങ്ങനെ ഇന്നലെ മഴ, നല്ല മഴയായിരുന്നല്ലോ ഇന്നലെ എല്ലായിടത്തും. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇന്നലെ പോയില്ല. അങ്ങനെയാണ് ഇന്ന് പോയി. ഇന്ന് ഇപ്പം ഇവിടെ വീട്ടിൽ എത്താറായപ്പോൾ ചെറിയൊരു മഴ പെയ്ത്. തേയിലാട്ടാ. നിങ്ങളെല്ലാവരും കാപ്പി കുടിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കോവിഡ് പോയപ്പോഴും ലേറ്റായി. ഉറക്കം വെച്ചപ്പോൾ 7:30 കേട്ടോ. ഇപ്പം 9:30 കഴിഞ്ഞു. പിന്നെ താമസിച്ചിട്ടാണ് പോയത്. കഴിക്കട്ടെ. ഇന്ന് നമുക്ക് കൊഞ്ച് കറിയാണ് കേട്ടാ. ഇത്രയും കൊഞ്ചുണ്ട്, കഴുകിയെടുത്തപ്പോൾ ഇത്രയും ഉള്ളൂ. കുറേ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് അങ്ങനെ കൊഞ്ച് വറുത്തരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച്. കൊഞ്ച് അതിൻ്റെ തലയാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വറുത്തെടുക്കുമ്പോൾ കഴിക്കാമല്ലോ. അല്ല ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ചോറ് ഇതാ വെന്തില്ല, കുറേ നേരമായി, വേവാറായി. ഇനി അങ്ങനെ കറി വയ്ക്കണം. പിന്നെ ഞാൻ ചന്തയിൽ പോയിട്ട് വന്നേട്ടാ. അങ്ങനെ പച്ചക്കീരയും കൂടെ വാങ്ങിച്ചുകൊണ്ടെന്ന് ഇനി ഇതിനെ അരിഞ്ഞൊക്കെ എടുക്കണം. അരിയട്ടെ. ഞാൻ ഇത്ര പെരിഞ്ചീരകം കൂടെ ഇടണേ കേട്ടാ. ശകല ഒരു നുള്ള്. ഇങ്ങനെ അരയ്ക്കാൻ വേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, കരിയപ്പല, ഒരു നുള്ള് പെരിഞ്ചീരകം. കൊഞ്ച് വറുത്തരയ്ക്കണം. വേറെ അങ്ങനെ ഉള്ളി അങ്ങനെ തക്കാളി അങ്ങനെ ഒന്നും ഇട്ട് വയ്ക്കണില്ല, അല്ലാതെ വയ്ക്കണം കേട്ടാ. അപ്പോൾ ഇരുന്നാൽ നമുക്ക് നാളത്തേക്ക് എടുക്കാം. ഉള്ളിയൊക്കെ ഇട്ട ഒരു ഇതാണ്. ഞാൻ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് വയ്ക്കുന്നത്. ഇന്ന് പിന്നെ വറുത്തരയ്ക്കാമെന്ന് വിചാരിച്ച്. കീര ഇതൊക്കെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പകുതി ഞാൻ അരിഞ്ഞങ്ങ് വെച്ച്, അവൻ കഴിക്കില്ല. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം. ഇവിടെ അടുക്കളയൊക്കെ കുളമായി കിടക്കണം കേട്ടാ. ഇനി ജോലിയൊക്കെ തീർന്നിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അങ്ങനെ കൊഞ്ച് വറുത്തിട്ടാണ് കറി വയ്ക്കണേ കേട്ടാ. എണ്ണ ഇതാ ചൂടായി. ശകലം കടുവിട്ട് കരിവേപ്പിലയിട്ട്
ഇനി ഇത് നല്ല കുറച്ച് മൊരിഞ്ഞ് വന്നതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ചേർക്കാം. കൊഞ്ചെല്ലാം നല്ല ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ അരപ്പൊഴിക്കണം. ഞാൻ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് അങ്ങനെ വേറെ രീതിയിലാണ് വയ്ക്കണത്. ഇന്ന് വിചാരിച്ച് മഴ ആയതുകൊണ്ടൊന്നും കടയിൽ പോവേ പറ്റില്ല. അപ്പം പിന്നെ തേങ്ങയൊക്കെ വറുത്തരച്ചാൽ കുറച്ച് ഇത് കൂടെ കാണും. നാളത്തേക്കും കൂടെ ഇരുന്നാൽ എടുക്കാം, ശകലച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇത് തേങ്ങ അരച്ചത് ഒഴിച്ച്. തേങ്ങ മാത്രമല്ല കേട്ടോ, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ളു പെരിഞ്ചീരകം, കരിവേപ്പില, ഉപ്പിട്ട് ശകലം പുളിവെള്ളം കൂടെ ഒഴിച്ചേട്ടാ. നീ ഇങ്ങനെ വയ്ക്കാം, വേറെ കറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തടാ ചോറൊക്കെ റെഡി ആയേട്ടാ. ചോറെടുത്ത് പിന്നെ കൊഞ്ച് കറി ഇതാ വറുത്തരച്ച് വെച്ച് നല്ല കൊഞ്ച് കറി. ഓ എണ്ണി തന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഇത് 2 കൊഞ്ചെടുത്തേ കേട്ടാ, അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ എടുക്കാം. ഇങ്ങനെ ഇത് 3 കൊഞ്ചെടുത്ത് ഞാൻ ഇങ്ങനെ കറിയായിട്ട് വെച്ചതേ. കടയിൽ മഴയായതുകൊണ്ട് മീനൊക്കെ കുറവ് കേട്ടോ, പോവാനും വയ്യ. അതുകൊണ്ട് പിന്നെ നാളത്തേക്കും കൂടെ ശകലം എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ വെച്ചേ കേട്ടാ. അടുത്ത് ഇത് പച്ച ചീര കൂട്ടാൻ വെച്ചത്. അവൻ കഴിക്കില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പിന്നെ ആ കൊഞ്ചിൻ്റെ തല ഫ്രൈ ചെയ്തല്ല അതുകൂടെ കേട്ടാ. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തല ഫ്രൈ ചെയ്തെടുക്കണേ. അങ്ങനെ ചോറ് കഴിക്കാൻ പോകുന്നു. പിന്നെ ചോറ്, പച്ചച്ചീര, കൊഞ്ചിൻ്റെ തല ഫ്രൈ. എങ്ങനെ ഞാൻ ഇനി ഇവിടെ നിന്ന് ചോറ് കഴിക്കട്ടെ. അങ്ങനെ ചോറ് കഴിക്കാൻ പോണ്. ഈ കൊഞ്ചിൻ്റെ തല ഇങ്ങനെ ഫ്രൈ കഴിക്കുന്ന നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ്. ഫ്രൈ ചെയ്യുമ്പോൾ അതെല്ലാം നല്ല മൊരാണ്ട് വരുമല്ലോ, അപ്പം കഴിക്കാം. അങ്ങോട്ട് ഞാൻ കഴിക്കട്ടെ. അങ്ങനെ ചോറൊക്കെ കഴിച്ചേട്ടാ. കൊഞ്ച് കറിയും കൊഞ്ചിൻ്റെ തല ഫ്രൈ ചെയ്തതും വെച്ചൊക്കെ ചോറൊക്കെ കഴിച്ച്. മഴ കണ്ട മഴ ഇപ്പം ചെലങ്ക ബാ ദൊങ്ങ ഉപയോഗിക്കും. ചെലങ്ക കഴിച്ചു തരാവേ. കണ്ട ചെലങ്ക ദൊങ്ങ ഉപയോഗിക്കണം. അപ്പുറത്തെ മതിലിൽ പേരിക്കണം. ഡി ഇവിടെ വേണ്ടി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ കുഞ്ഞു വീഡിയോ. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.